1000 രൂപ എന്നെ കൂടി വെറ്റി വെച്ച് നഷ്ടപ്പെടാൻ പോകുന്നു. 4:20 നോക്കിയപ്പോഴേക്കും ട്വിറ്ററിൽ കയറിയപ്പോഴേക്കും എന്റെ പൊന്നോ ജമഹാല് ട്വിറ്ററിൽ കിടന്ന് മേയണ പോലെ അവിടെ വന്ന് മേയുവരിക്കുന്ന തോന്നണത്. എനിക്ക് അടുത്ത ഫൈറ്റ് വേഗം തന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ തന്നെ നിക്ക, അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ പോകട്ടെ. ജുജുത്സു പ്ലെയർ ആണെങ്കിലും റെസ്ലേഴ്സിന്റെ പോലത്തെ ഗ്രൗണ്ട് അനുഭവം എല്ലാവരും കാത്തിരിക്കണം. മറ്റേ കോമേനൊക്കെ എന്ത് സീനാണ്. ഈ സൈഹൂഡനൊക്കെ അങ്ങനെയൊക്കെ ചെയ്തപ്പോ ഉമാറിനെ അങ്ങനെ ചെയ്യൂന്ന് പറയണില്ല. കോമ്പാറ്റ് സാമ്പോ ചാമ്പ്യനായ നമ്മുടെ ഉമാറൊക്ക മാസ്റ്റേഴ്സ് ആണ് ഗ്രൗണ്ടിൽ. ഇസ്ലാമിക ഉസ്മാനൊക്കെയുടെ ആഴ്ചയിൽ മാറി മാറി ബോട്ടം പ്രഷർ കൊടുക്കണം. ഇവരവനെ പോലത്തെ 10 പേര് കവിരാവിലുണ്ട്, ഇവരവനെ പോലത്തെ 10 പേര് കവിരാവിലുണ്ട്. അങ്ങനെ ചിന്തിക്കുക, അപ്പൊ നിനക്ക് ചിന്തിക്കാൻ പറ്റില്ല. നമ്മുടെ അപ്പൂപ്പനും ഒറ്റ സെയിം അപ്പൂപ്പനാണ്ടാ. നമ്മളെ അപ്പൂപ്പനെല്ലാം സ്വന്തം അപ്പൂപ്പനെ വിളിക്കുന്നത്. എന്റെ പൊന്നോ മിനി ക്യാപ്റ്റൻ അമേരിക്ക ഇവന്റെ കല്യാണത്തിന്റെ കേക്ക് പോയി കഴിക്കാൻ പറ്റില്ല. ഇസ്ലാമായിട്ട് ഫൈറ്റ് ചെയ്യണം. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഡാഗസ്താൻ ഡോമിനേഷൻ. അപ്പൊ ഡാഗസ്താൻ ഡോമിനേഷൻ എപ്പിസോഡിലേക്ക് നമുക്ക് സ്വാഗതം. അപ്പൊ ഇത് പറയണം, ബാക്കി പറയേണ്ട കാര്യമല്ല. UFC 311 പറ്റി സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ വന്നിരിക്കുന്നത് അവനെന്തോ കാഷ്വൽനെസ് ഒക്കെ പറയാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ബിഗ് ഷൗട്ട് ഔട്ട് ടു മുഹമ്മദ് മണ്ടൻ. 1000 രൂപ എന്നെ കൂടി വെറ്റി വെച്ച് നഷ്ടപ്പെടാൻ പോകുന്ന ഒരു മുഹമ്മദ് പൊട്ടനെ പൊട്ടൻ മുഹമ്മദ് പൊട്ടനെ ഷൗട്ട് ഔട്ട് ചെയ്ത് കൊടുത്തുകൊണ്ട് വീഡിയോ തുടങ്ങുകയാണ്. ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അതെ. അവിടെ മറ്റേ കാട്ടുതീ പടർന്നൊക്കെയാണ്. അപ്പോഴാണ് നമ്മള് ഇവിടെ ഫൈറ്റ് നടക്കണേന്ന് വിചാരിച്ച് ആലോചിക്കണം. ഭയങ്കര. ഞാൻ ആദ്യം എനിക്ക് ഞാൻ ഇന്നലെ ഒരു 4 മണിക്ക് 4:20 നോക്കിയപ്പോഴേക്കും ട്വിറ്ററിൽ കയറിയപ്പോഴേക്കും എന്റെ പൊന്നോ എനിക്ക് ആദ്യം വിശ്വസിക്കാം. ഞാൻ ഗ്രാഫിക്സ് ആണ് ആണെന്ന് വിചാരിച്ചു. എന്താണത്? അത് എല്ലാം മറ്റേ കാർട്ടൂൺ പോലത്തെ ഇമേജൊക്കെ പോലെ അല്ല. അതൊക്കെ വിട്, അതൊക്കെ ഡാൻ എങ്ങനെയെങ്കിലും ഒക്കെ നടത്തി വെന്യൂ മാറ്റി എങ്ങനെയെങ്കിലും ഒക്കെ നടത്തി. അല്ല, അല്ലെങ്കിൽ ഡാനൊക്കെ എപ്പോഴും ഒരു ഓപ്ഷൻ ഉണ്ട് ഗൈസ്. UFC PI ഉള്ളിൽ ഫുള്ള് പ്രൊഡക്ഷൻ ശോകമായ ക്രൗഡ് ഒന്നും ഇല്ലെങ്കിലും അവിടെ ഡാനൊക്കെ എപ്പോഴും ഒരു ബാക്കപ്പ് ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് നമ്മ അത്രയ്ക്ക് പേടിക്കേണ്ട കാര്യമില്ല. ക്യാൻസൽ ആയി പോകില്ല. UFC PI ഉദ്ദേശിച്ചത് അപ്പെക്സ് ആട്ടാ. പിന്നെ ഇത് ഈ 311 തുടങ്ങണത് തന്നെ നമ്മുടെ ഡാഗസ്താൻ പിള്ളേരുടെ അടുത്ത് നിന്നാണ് തുടങ്ങുന്നത്. ഫസ്റ്റ് പ്രീലിംസിലെ ഫസ്റ്റ് ഫൈറ്റ് തൊട്ട്. പക്ഷെ നമുക്ക് അവരൊന്നും നോക്കണ്ട, നമുക്ക് നമ്മുടെ വേറെ പിള്ളേരൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് 3 ഫൈറ്റിനെ സംസാരിക്കാനാ വന്നിരിക്കുന്ന വേറെ ഫൈറ്റുകളൊന്നും സംസാരിക്കാൻ എല്ലാവർക്കും ഒരു താല്പര്യമൊന്നുമില്ല. ബൈപോളാർ വേഴ്സസ് ക്രിസ്റ്റഫീനിയ അങ്ങനെയല്ലേ സ്പെല്ലിംഗ്? എന്താണ് പ്രൊനൗൺസ് ചെയ്തേ? കൃഷ്ണനൊന്നല്ല. ജമാൽ ഹിൽ വീസസ് ജിറിയുടെ ആ ഫൈറ്റിനെ പറ്റി നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഗിൽസു, ഇതിന്റെ ബാക്കിയൊക്കെ ബ്രേക്ക് ഡൗണിനൊക്കെ മുമ്പ് ഇനീഷ്യൽ പ്രൊഡിക്ഷൻ പറഞ്ഞിട്ട് തുടങ്ങി. ആരേക്കൊന്ന് പറയണ? എടാ, നിന്റെ ഇഷ്ടമല്ല ജമാലേക്കും തന്നെയാണ് തോന്നുന്നത്. ഇനിയുള്ള എല്ലാ പ്രൊഡിക്ഷനും ഇഷ്ടമല്ലട്ട പറയണ്ട. ശരിക്കും ഉള്ളിന്ന് വിചാരിക്കുന്ന കാര്യം പറയണോട്ടാ. ഞാൻ അത് പറയാൻ പുറത്ത് ഉള്ളിന്ന് വരണോന്നല്ല. നിന്റെ ബ്രെയിൻ വീസസ് ഹാർട്ട് പ്രൊഡിക്ഷൻ ചെയ്യുമ്പോ ബ്രെയിൻ ഉള്ള പ്രൊഡിക്റ്റ് ചെയ്യണം, ഹാർട്ടിന്ന് പ്രൊഡിക്റ്റ് ചെയ്യരുത്. ഇപ്പൊ നീ മെസ്സി റൊണാൾഡോടെ വെട്ടർ ചോദിക്കുമ്പോ എപ്പോഴും മെസ്സി ആണെന്ന് ഹാർട്ടിന്ന് പറയൂലേ, അതേപോലെ അല്ല, റൊണാൾഡോ എന്ന് ബ്രെയിനിന്ന് പറയണം. ഓക്കെ ഗൈസ്, അപ്പൊ ഫസ്റ്റ് ഫൈറ്റ് പ്രൊഡിക്ഷനിലേക്ക് നടക്കുകയാണ്. ഗിൽസു പറഞ്ഞോളൂ, എന്തുകൊണ്ടാണ് എന്താണ് 7up ബാർസലോണക്ക് 7up? അയ്യോ സോറി, അത് എടാ ടോപ്പിക്ക് പോടി. വെറുതെ അക്ഷയ് സീബാവൊക്കെ കയറി ഒന്ന് സീനാക്കോട്ടാ. നീ ഞാൻ പറയണ കേക്ക്. എന്താണ് നമ്മ ഇതിനെ പറയണ്ട? പറ, എന്തുകൊണ്ടാണ് ജമാല് ജയിക്കാൻ പോണ? പറ. എന്താണ് മറ്റേ ഓക്കോട്ട്നെസ് ഒക്കെ കാണിച്ചു വരുമ്പോഴേക്കും ഉറങ്ങിയിട്ടുണ്ടാവും. പിന്നെ ഇയാളാണെങ്കിൽ ഈ തലയിലൊക്കെ അടി കൊണ്ട് ഉറങ്ങിയത് കണ്ടില്ലേ അലക്സ്? ജമാൽ റൈറ്റ് ലെഫ്റ്റ് സ്റ്റേറ്റ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. ജിറിയുടെ സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് ബ്ലോക്കിംഗ് കണ്ടിട്ടുണ്ടാ നീ? ഹെഡ് ഡിഫൻസ് അതൊക്കെ ഉള്ളതുകൊണ്ട് ഗൈസ്. അപ്പൊ നീ പറഞ്ഞോ, കേട്ടോ, ഞാൻ പറയാ. അല്ല, എനിക്ക് ജമഹാല് എന്തൊക്കെ പറഞ്ഞാലും ട്വിറ്ററിലും മറ്റേ ഇവിടെയൊക്കെ കിടന്ന് ഒച്ചപ്പാടും. ജമഹാലല്ലടാ, ജമഹാൽ അത്രേ ഉള്ളൂ. ജമഹാലാണ്. അല്ല ശരിക്കുവാടാ. പിന്നെന്താണ്? H സൈലന്റ് ആണ്. അപ്പൊ ജമാൽ എന്നൊക്കെ പറയും. നമുക്കാണെങ്കിൽ ജമഹാൽ എന്ന് പറയാം.
ജമഹാല് ട്വിറ്ററിൽ കിടന്ന് മേയണ പോലെ അവിടെ വന്ന് മേയുരിക്കുന്ന തോന്നണത്. അല്ല ഞാനും ജിറി തോക്കോന്ന് തന്നെ പറഞ്ഞ, വേറെ ഒന്നുമല്ല. ജിറി മര്യാദക്ക് ഡിഫൻസ് ഒക്കെ വെച്ച് കോർണേഴ്സ് ഒക്കെ മാറ്റി സീരിയസ് ആയിട്ട് ഫൈറ്റ് ചെയ്താൽ ജമാലിനെ തോപ്പിക്കാനുള്ള സ്കിൽഡ് ഫൈറ്ററാണ്. പക്ഷെ എനിക്ക് തോന്നണില്ല, ഇപ്പൊ വെറുതെ തല വെച്ച് ഒരു പഞ്ചില് പോയി കൊള്ളോന്നാണ് എനിക്ക് തോന്നണ. അപ്പൊ ഞാനും ജമായ അവനെ ഇതിനെ വിളിക്കണം. പിന്നെ എനിക്കില്ലേ ഈ നമ്മുടെ കോമേനും മെയിൻ ഇവന്റും പോണതിന് എനിക്കൊരു സാധനമുണ്ട്. മറ്റേ ഫസ്റ്റ് മെയിൻ കാർഡ് തുടങ്ങുന്ന ഒരു ഒരുത്തനുണ്ട്, റെയ്നർ റിഡർ എന്നും പറഞ്ഞെടുത്ത. അവൻ കെവിൻ ഹോളൻഡ് ആയിട്ട് ഫൈറ്റ് ചെയ്യണ. അവൻ കഴിഞ്ഞ പ്രാവശ്യം ജെറാൾഡ് മീഷാറ്റിനെയൊക്കെ സബ്മിറ്റ് ചെയ്തവനാണ്. അവൻ വണ്ണിലെ മിഡിൽ വെയിറ്റ് ചാമ്പ്യൻ ഒക്കെ ട്വിറ്ററിൽ കണ്ടോർക്കണ്ടോ. പക്ഷെ എനിക്ക് ഈ ഫൈറ്റിനെ പറ്റി കാര്യമായിട്ട് അറിയാൻ പാടില്ല. കണ്ടിന്യൂ ടേക്ക് ഓവർ. ഞാൻ ട്വിറ്ററിൽ കണ്ടോർക്കുന്നുണ്ട്. കെവിൻ ഹോളൻഡ് എന്തായാലും തോക്കുമെന്ന് കുറച്ചൊരു കൺഫേം പറയാനുണ്ട്. എന്തായാലും എന്തായാലും വേണ്ടി തോക്കുമെന്ന്. പക്ഷെ ഓട്സ് ആണെങ്കിൽ ശോകം, ഇവൻ അണ്ടർഡോഗ് ആണ്. എനിക്ക് മനസ്സിലാവുള്ള. ഇവനാണെങ്കിൽ നൈസാണ്. ഇവന്റെ മൈക്കിലൊക്കെ അടിപൊളിയാണ്. ഇവൻ മറ്റേ വെറുതെ ഒരു മനുഷ്യൻ നെതർലാൻഡ്സിൽ. ഇവൻ അണ്ടർഡോഗ് ആണെങ്കിൽ അത് ബെറ്റ് വെക്കുന്ന ആൾക്കാർക്ക് നല്ലതാണ്. അതല്ലേ എനിക്ക് മനസ്സിലാവുന്ന കഴിഞ്ഞാൽ, ഇതിപ്പോ അതിലെ ബെറ്റർക്ക് എല്ലാവർക്കും ബെറ്റിന് പൈസ കിട്ടാൻ വേണ്ടി നമ്മ ഗാംബ്ലിംഗ് പ്രൊമോട്ട് ചെയ്യണല്ലോ. എന്നാലും പക്ഷെ ബെറ്റ് വെക്കാൻ എല്ലാവർക്കും. ഇപ്പൊ കെവിൻ ഹോളൻഡിനെ തോപ്പിച്ചുകൊണ്ട് ഒരു സ്പോട്ട് ലൈറ്റിലോട്ട് തന്നെയാണ് UFC-ടെ. നമ്മ ഒന്ന് എല്ലാരും ഒന്ന് അറിഞ്ഞു തുടങ്ങും ഈ ഒരു നല്ല വിൻ വന്നു കഴിഞ്ഞാ. അപ്പൊ കുഴപ്പമില്ല. ഇവന്റെ മൈക്കിൽ അടിപൊളിയാണ്. ഇവൻ സംസാരിക്കുന്നുണ്ട് ഭയങ്കര ചില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സംസാരമൊക്കെ. അങ്ങനത്തെ ഒരു മനുഷ്യനാണ് ഇവൻ. കഴിഞ്ഞ ഫൈറ്റ് കഴിഞ്ഞപ്പോ തന്നെ ഡാനോടൊക്കെ പറയുകയും ചെയ്ത്, ഇങ്ങനെ എനിക്ക് അടുത്ത ഫൈറ്റ് വേഗം തന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ തന്നെ നിൽക്കാം, അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ പോകട്ടെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കോമഡി ഒക്കെയാണ്. നല്ല കോമഡി, ചില്ലാണ്. എല്ലാവരും ഒരു ഓക്വേർഡ് എനർജിയും ഉണ്ട് പുള്ളിക്ക്. അത് കാരണം ചിലവർക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. പിന്നെ വേറൊരുത്തരുണ്ട്, വേറൊരു ഫൈറ്റ് ഉണ്ട്. നമ്മുടെ മണി മൊയ്ക്കാനോ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അത് നൈസായിരിക്കും. ഡാരിഷ് ആയിട്ടല്ലേ? ബെനിൽ ഡാരിഷ്. അത് നൈസായിരിക്കും. വിന്നറെ പ്രഖ്യാപിക്കാൻ പറ്റുള്ള. കാരണം ഡാരിഷ് വാഷ്ടാണ്. എന്താണെന്ന് അറിയാൻ പാടില്ല. മൈക്കാനാണെങ്കിൽ ഓരോ ഫൈറ്റ് കഴിയുമ്പോഴും ബെറ്റർ ആയിക്കൊണ്ടിരിക്കണം. ഞാൻ ഇങ്ങനത്തെ ഒരു ഇമ്പ്രൂവ്മെന്റ് ഈ ഒരു ഏജിൽ മൈക്കാനൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. മൊയ്ക്കാനല്ലേ കഴിഞ്ഞ ഫൈറ്റ് ഒരു 10-8 റൗണ്ട് ഒക്കെ അടിച്ചത്. BSD ആയിട്ടല്ലേ? അപ്രതീക്ഷമായിട്ടുള്ളൊരു 10-8 ആയി പോയി. എൽബോയ്ക്ക് ഇത്ര ലീത്തലാണെന്നൊക്കെ. കാരണം ജുജുത്സു പ്ലെയർ ആണെങ്കിലും റെസ്ലേഴ്സിന്റെ പോലത്തെ ഗ്രൗണ്ട് അനുഭവം ഉണ്ടാക്കാം. സീനായിരുന്നു മാസ്റ്റേഴ്സ് അല്ലേ? പക്ഷെ മൊയ്ക്കാനോ ഭയങ്കര കൊള്ളടാ. മൊയ്ക്കാനോടെ MMA ജുജുത്സു ആണ്. മറ്റവന്റെ ഇതാണ് മൊയ്ക്കാനോ വെറുതെ അല്ല. ഇതിനകത്ത് ഡാരിഷും സോറി ടാ ഗൈസ്, ഈ നമ്മുടെ കോസ്റ്റ് പറഞ്ഞ ശരിയാണ്. രണ്ടുപേരും MMA ജുജുത്സു മാസ്റ്റേഴ്സ് ആണ്. പക്ഷെ ഡാരിഷാണ് കുറച്ചും കൂടി. ഡാരിഷിന്റെ ഗാംബ്രോട്ടായിട്ടുള്ള സ്കാംബ്ലൊന്ന് കണ്ടു നോക്കുക വൈസ്. ഈ നമ്മുടെ ഡസ്റ്റിൻ പോറിയർ ഇസ്ലാമായിട്ട് കുറച്ചും കൂടി നല്ലോണം പെർഫോം ചെയ്യാൻ ഒരുത്തൻ കാരണമാണ് ഗാംബ്രോട്ട്. അത്ര അടിപൊളി ഡ്രില്ലിംഗ് ട്രെയിനിങ് ആണ് ഡസ്റ്റിൻ പോറിയറിന് അമേരിക്കൻ ടോപ്പ് ടീമിലേക്ക് കൊടുത്തത്. ആ ഗാംബ്രോട്ടിനെ കൂടി നിന്ന് എല്ലാ സ്ക്രാമ്പിളും അതിനൊപ്പം നിന്ന് ഓൺ ദ ടോപ്പ് നിന്ന ആളാണ് ഡാരിഷ്. എനിക്ക് ഗാംബ്രോട്ടിന്റെ അത്രയും സ്കില്ല് മൊയ്ക്കാനൊക്കെ ഉണ്ടെന്ന് തോന്നണില്ല. പക്ഷെ രണ്ടുപേരും നല്ല കടലക്കിടിയ ജുജുത്സു ആണ്. നമ്മുടെ സാധാരണ പ്യൂർ ജുജുത്സു ആൾക്കാരെ പോലെ മൗണ്ട് എടുത്ത് കഴിഞ്ഞിട്ട് മൗണ്ട് പൊസിഷൻ അക്സെപ്റ്റ് ചെയ്ത് സബ്മിസീവ് ആയിരിക്കണ പൊട്ടന്മാരല്ല കേട്ടാ. അപ്പൊ നൈസ് ഫൈറ്റ് ആയിരിക്കും, കിടിലൻ ഫൈറ്റാ. എപ്പോഴും ഒരു സബ്മിഷൻ അറ്റംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും, പൊസിഷൻസ് അഡ്വാൻസ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കും. കാരണം ചിലപ്പോ ഒരു ജുജുത്സു മാച്ച് പോലെ ജുജുത്സു മറ്റേ റോളിംഗ് പോലെ ആവാൻ ചാൻസ് ഉണ്ട് ചിലപ്പോ. പറങ്ങി കളിക്കാം. പക്ഷെ എക്സൈറ്റിംഗ് ആയിരിക്കുള്ളൂ, ഒരിക്കലും സ്നൂസ് ഫെസ്റ്റ് ആയിരിക്കൂല. അപ്പൊ ആ ഫൈറ്റില് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാ, അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയുന്നുണ്ട്. ഡാന വൈറ്റ് എന്താണ് ചേട്ടാ ഉദ്ദേശിക്കുന്നത്? അപ്പൂപ്പനോട് പ്രണാമം മാത്രമുള്ള താങ്കൾക്ക് വോട്ടാണ്. പക്ഷെ എന്ത് കോപ്പാട 312 കാർഡ് ഷിറ്റ് വന്ന് എന്ത് എനിക്ക് മനസ്സിലാവും. 312 ഒരുമാതിരി ഷിറ്റസ്റ്റ് കാർഡ് മേക്ക് ചെയ്ത് വെച്ചേക്കണ പോലത്തെ മെയിൻ ഇവന്റ്. ഒന്നാമത് ആർക്കാർക്ക് പിടിച്ചിട്ടില്ല. DDP ശ്രീക്ലൻറ്റും സംസത്തിനും ഇല്ലാണ്ട് കൊടുത്തത് പോട്ടെ. അതിൻ്റെ ഒരു കോമയും കുഴപ്പമില്ല, ഷാവേലിയും ടൈറ്റ് വയസ്സാണ്. പക്ഷെ അതിനുശേഷമുള്ള ഫൈറ്റൊക്കെ എന്തുവാണ്? അനുജൂബിലി 25 ജൂബിലി ആഘോഷിക്കണ മെയിൻ ഗാർഡിൽ കൊണ്ടേ കയറ്റി വെച്ചിട്ടുണ്ടല്ലോ. മെയിൻ ഗാർഡ് പറയാനായിട്ട് എന്താണ് ഡിസ്റ്റർബ് ചെയ്ത സ്വന്തം ഇന്ത്യൻ ഫൈറ്റർ ഹിറ്റ് ചെയ്യണമെന്നല്ല. അയാൾ അത്രയ്ക്ക് ഡിസപ്പോയിന്റ് ചെയ്തോണ്ട് കേട്ട വിഷമം കൊണ്ട്. അത് മാത്രല്ല, പിന്നെ സംഭവില്ലേ
എന്താ സംഭവം എന്നറിയോ, ഈ ഓസ്ട്രേലിയക്കാരും ന്യൂസിലൻഡുകാരും കുറെ പേരുണ്ട് ഈ ഫൈറ്റ് കാർഡില്. അത് കാരണം അത്ര പോപ്പുലർ അല്ലാത്ത കുറച്ച് പേരുണ്ട്. ഈ 312 വേറെ ഒരു കിടിലൻ പേരുണ്ട്, നമ്മുടെ ടൊപ്പൂരിയ എന്ന് പറഞ്ഞൊരു പേര് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇലിയ ടൊപ്പൂരി അല്ല, ഇലിയ ടൊപ്പൂരിയുടെ അനിയൻ. ഈ അനിയൻ കോച്ചല്ലേ, എന്നിട്ട് അനിയൻ പ്രായം കുറഞ്ഞ ആൾക്കാർക്ക് കോച്ചൊക്കെ ആവുമല്ലേ. ഓരയുടെ ഹെഡ് കോച്ച് ഒന്നുമല്ല, നീയാണ് മിസ്ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്ത്. ഇലിയ ടൊപ്പൂരിയുടെ ഹെഡ് കോച്ച് അനിയനാണ്, ഇലിയ ടൊപ്പൂരിയുടെ ഹെഡ് കോച്ച് അനിയനൊന്നുമല്ല. ഇലിയ ടൊപ്പൂരിയുടെ ഹെഡ് കോച്ച് വിനിയാവുന്ന ഇന്റർവ്യൂല് വന്നിട്ടുണ്ടായി, എന്റെ പറഞ്ഞായിരുന്നു അടുത്ത വൈറ്റ് ഓപ്ഷൻ മെയിൽ റിട്ടേൺ ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഹെഡ് കോച്ചാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല, ഞാൻ കോച്ചാണെന്ന് മാത്രം പറഞ്ഞിട്ടുള്ളൂ. പിന്നെ എടാ ഒരുമാതിരി ഞാൻ പറയട്ടെ, ഇവര് ചെറുപ്പം തുടങ്ങി അറിയാവുന്ന ഒരു സ്പാറിംഗ് പാർട്ട്നേഴ്സ്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബ്രദേഴ്സ്. അല്ലാണ്ട് ഇവൻ ഇലിയ ടൊപ്പൂരിയൊക്കെ വേറെ ഫൈറ്റേഴ്സിനെ ഇതേപോലെ കോച്ച് ചെയ്യണമെന്നുള്ള. അപ്പൊ ഒരുമാതിരി ബ്രദർലി റിലേഷൻഷിപ്പ് അല്ലാണ്ട് ഒരു കോച്ച് സ്ഥാനം. ഞാൻ നീ എന്ന് പറഞ്ഞപ്പോ ഇവന്റെ ഹെഡ് കോച്ച് ഇവന്മാരുടെ പുതിയൊരു ന്യൂജൻ മോഡൽ വരെ ഹെഡ് കോച്ച് മോഡാണ് ഞാൻ വിചാരിച്ചത്. കാരണം ഇലിയുടെ കോച്ചസ് ഒന്നും ഇതിനു മുമ്പ് ഇങ്ങനെ പോപ്പുലർ ആയോ സ്പോട്ട് ലൈറ്റിലോ വന്നിട്ടില്ല. പക്ഷെ കഴിഞ്ഞ ആഴ്ച വന്ന് ആകെ കുറച്ച് കോച്ചസ് മാത്രമേ ഉള്ളൂ സ്പോട്ട് ലൈറ്റിൽ ഇരിക്കണം. ഇസ്ലാമിന്റെ കോച്ച്, പിന്നെ ഫിറാസ് സാബി, അങ്ങനെ കുറച്ച് പേരൊക്കെ ഉള്ളു സ്പോട്ട് ലൈറ്റിൽ ഇരിക്കണം. അത് വീട് 312 കൂടി നമുക്ക് പിന്നെ ഷിഫ്റ്റ് ചെയ്യാം, ഇപ്പൊ വേണ്ട. ഇപ്പൊ നമുക്ക് നമ്മുടെ മറ്റേ എല്ലാവരും കാത്തിരിക്കണം മറ്റേ കോമേനൊക്കെ എന്ത് സീനാണ്. കോമീൻ ആരെ പ്രിഡിക്റ്റ് ചെയ്യണ? കോമീൻ ഞാൻ മെറാബിന് എന്താണ്, വേറെ ആരൊക്കെ പ്രിഡിക്റ്റ് ചെയ്യാൻ? എങ്ങനെ മറ്റേ എക്സോസ്റ്റ് ജീവില്ല നമ്മളില്ലേ. ഞാൻ ഈ സെഹൂഡോനൊക്കെ അങ്ങനെയൊക്കെ ചെയ്തപ്പോ ഉമാറിനെ അങ്ങനെ ചെയ്യുമെന്ന് പറയണില്ല, പക്ഷെ സെഹൂഡോനെ അങ്ങനെ ചെയ്തു. അതൊരു സിമ്പിളായിട്ട് ഉള്ള കാര്യമല്ലല്ലോ. ഒളിമ്പിക് ഗോൾഡ് മെഡലൊക്കെ അടിച്ച ഒരാളെ അങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പോലും ഇങ്ങനെ ഗ്രാപ്ലിംഗ് ഫിനോ കണ്ടുകൊണ്ടാണ്. പക്ഷെ പ്യുവർ ജുജുത്സു ഇല്ലേ, ഒരിക്കലും അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. ഭയങ്കര മൈറ്റി മൗസ് ആയിട്ടുള്ള ഫൈറ്റ് അടിപൊളിയായിരുന്നെങ്കിലും ജുജുത്സു ജീനിയസ് ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. കോമ്പാറ്റ് സാബോ ചാമ്പ്യനായ നമ്മുടെ ഉമാറൊക്കെ മാസ്റ്റേഴ്സ് ആണ് ഗ്രൗണ്ടില്. അപ്പൊ ഈ മെരാബ് എടുത്തിടും സമ്മതിക്കണം, പക്ഷെ എടുത്തിട്ട് കഴിഞ്ഞാൽ കളം മാറി. വെള്ളത്തിലും കരപ്പയിലുള്ള കളിയില്ല. ഇപ്പൊ പുലി പോയി വെള്ളത്തിലോട്ടായി കഴിഞ്ഞാൽ മുതലയുടെ അഡ്വാൻറ്റേജ് കൂടൂല, ആ മൂടാണ്. പക്ഷെ ഉമാറിന് മെറാബിനെ അവിടെ പിടിച്ചു വെക്കാൻ പറ്റും. ഇപ്പൊ താഴെ എത്തിച്ച്, ഇപ്പൊ മെറാബ് ഉമാറിനെ താഴെ എത്തിച്ച്, താഴെ വീണ് കഴിഞ്ഞിട്ട് ഉമാറിന് ഇഷ്ടമുള്ള പോലെ പൊസിഷൻസ് അഡ്വാൻസ് ചെയ്യാൻ പറ്റുമോ മെറാബിന്റെ? പിന്നെ ഉമാറിനെ നോക്കോ നീ, ഉമാർ മൗണ്ട് പുഷിൽ അടിപൊളിയാണ്. ഉമാർ നേരെ താഴെ വീണിട്ട് 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഉമാർ മൗണ്ട് ചെയ്യാൻ കാണാം, അല്ലെങ്കിൽ മൗണ്ടിന് അഡ്വാൻസ് ശ്രമിക്കണം നമുക്ക് കാണാൻ പറ്റും. എനിക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റണില്ല മെറാബിനെ. അത് മെറാബ് സ്പാറിയുടെ ഒരു വീഡിയോ ഉണ്ട്. മെറാബിനെ സ്പാറിയുടെ കൊടുത്തത് മെറാബിനെ ഔട്ടർ റെസ്ലിംഗ് ചെയ്തിട്ട് സ്ക്രാമ്പിൾ ചെയ്യുന്ന വീഡിയോ ഉണ്ട്, നീ കണ്ടിട്ടുണ്ടാ? അസാക്കുറയൊക്കെ ടേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. അസാക്കുറ ചെയ്തല്ല, വേറെ ഇതേ UFC ഇല്ല, UFC ഡെബ്യൂട്ട് പോലും ചെയ്യാത്ത ഒരുത്തൻ മെറാബിനെ ഔട്ടർ റെസ്ലിംഗ് ചെയ്തിട്ട് താഴെ കണ്ടിട്ടുണ്ടായത്. ഇല്ല അത് ഞാൻ വീഡിയോ എനിക്ക് അയച്ചു തരാം. അത് കണ്ടു കഴിഞ്ഞിട്ട് നീ ഇല്ലേ, അത് കണ്ടു കഴിഞ്ഞിട്ട് 5 മിനിറ്റ് നീട്ടി ചിന്തിച്ചാൽ മതി. അപ്പൊ നിനക്ക് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റും ഉമാർ എന്ത് ചെയ്യുമെന്ന്. അല്ല ഇതിപ്പോ എങ്ങനെയൊക്കെ എനിക്ക് ഈ സെഹൂഡോനെ മാമരി ഇവരെയൊക്കെ ചെയ്യണ കാണുമ്പോ എങ്ങനെ ഇതിപ്പോ താഴെ വീണ് നോക്കിയ പൊസിഷൻസ് ഒക്കെ എടുക്കും. പക്ഷെ താഴെ മെറാബ് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്തിരിക്കൂലല്ലോ. മെറാബ് പൊങ്ങി വരാനല്ലേ നോക്കുള്ളൂ. ഈ ഉമാറിന്റെ പൊക്കത്ത് ട്രെയിൻ ചെയ്യണ പൊക്കത്ത് ആരാണെന്നറിയോ? പ്രഷർ, ബോട്ടം പ്രഷർ കൊടുക്കണം. ഇസ്ലാം കബീബ് ഉസ്മാനൊക്കെ ആഴ്ചയിൽ മാറി ബോട്ടം പ്രഷർ കൊടുക്കണം. ഈ ഉമാറിനെ 30 പൗണ്ട് 40 പൗണ്ട് കൂടുതൽ ഉള്ള ഈ ഉസ്മാനക്ക് ഇസ്ലാമൊക്കെ ആയിട്ട് പ്രിപ്പയർ ചെയ്ത് കയറി വന്നവന് മെരാബ് പൊക്കത്ത് കയറി ഇരിക്കുമ്പോ കുറച്ച് കേട് മതി, ആ മൂടായിരിക്കും. നീ നോക്കിക്കോ. എടാ ഞാൻ അവരുടെ ക്യാമ്പുകാരോട് ഈ പറഞ്ഞ ഇവരുടെ ക്യാമ്പ് അൺഫെയർ ആണ്. ഇന്ന് ഇസ്ലാം ഒരു ഇന്റർവ്യൂല് പറഞ്ഞു ഞങ്ങൾക്ക് 70-80 പേരുണ്ട്. അപ്പൊ ഇവര് അപ്ഡേറ്റ് ചെയ്ത് പ്രോഗ്രാം. ഇവര് കബീബിന് കോഡിങ് എഴുതിയപ്പോഴേക്കും സ്ട്രൈക്കിങ് കുറച്ച് കുറവായതല്ല. അതിനുശേഷം അടുത്ത അപ്ഡേറ്റിൽ തന്നെ സ്ട്രൈക്കിങ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ ഈ 70-80 പേരും സ്ട്രൈക്കിംഗ് അപ്ഡേറ്റ് ചെയ്തവരാണ് കോഡ് ചെയ്തേക്കണം. അപ്പൊ ഇറങ്ങി വന്നേക്കണ സോഫ്റ്റ്വെയർ ഫിക്സ് ഇപ്പൊ നോക്കി എല്ലാവർക്കും സ്ട്രൈക്കിംഗ് ഉണ്ട്, റെസ്ലിംഗ് ഉണ്ട്, സാംബോ സ്ട്രൈക്കിംഗ് ഉണ്ട്. രണ്ടും പറഞ്ഞാൽ മതി. അപ്പൊ ഇവിടെ എല്ലാമായി
അങ്ങനത്തെ ഒരു 70-80 പേരുണ്ട് ഇസ്ലാം പറയണേ. ഞങ്ങൾക്ക് ഒരു അർമാനപ്പോലത്തെ ഒരു 70-80 പേരുണ്ട് ഞങ്ങളുടെ ക്യാമ്പിൽ. ഇവരെല്ലാരും എപ്പോഴും പ്രൂവ് ചെയ്യാൻ നോക്കും എന്നെ കൂടി. അപ്പൊ ചിലവരൊക്കെ എന്നെ കൂടി ഹാർഡ് ഇസ്ലാം പറയും, എനിക്ക് അങ്ങനെ വേണമെങ്കിൽ നോക്കൗട്ട് ചെയ്യാം. പക്ഷെ ഞാൻ വേണ്ട, റിലാക്സ്, വൈ യു ഡു ദിസ്. കബീബ് ഒരു ദിവസം ഭയങ്കര സീനാണ്, എല്ലാരും കബീബിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഭയങ്കര ഹാർഡായിട്ട് ചെയ്യാൻ നോക്കുന്നു. അപ്പൊ ആ ഒരു ക്യാമ്പിന്റെ അഡ്വാൻറ്റേജ് ആണ് നിങ്ങൾ മനസ്സിലാക്കണ്ട. നീ ഇപ്പൊ മെരാബിന് നിനക്ക് ചിന്തിക്കാൻ പറ്റണില്ല. ഈ ഒളിമ്പിക്സ് ഇന്നലെ ഡീജയുടെ വീഡിയോയിൽ നീ ഇസ്ലാമെ കുറച്ചേരം പരിചയപ്പെടുത്തണണ്ട, കൂട്ടുകാരന്മാര് ഹോമീസ് എന്നൊക്കെ പറഞ്ഞ പോലെ. നമ്മ പറയൂലേ ഇവൻ സ്മോൾ മാത്രം എടുക്കുള്ളൂ, ഇവൻ നൈസ് മാത്രം എടുക്കുള്ളൂ, ഇവൻ പൊടിയാണ്. അതുപോലെ ഇസ്ലാമിന്റെ ഒളിമ്പിക് മൊയ്ത്തയച്ച കണ്ടായിരുന്നു ആ വീഡിയോ, ഒളിമ്പിക് മൊയ്ത്തായി BJ ചാമ്പ്യൻ എന്നൊക്കെ പറയണ. നീ ആ ക്യാമ്പ് കണ്ട? ഒരുത്തിനോട് പറയുന്നുണ്ട് ഇവൻ മുയത്തായി ചാമ്പ്യനാണ്. അപ്പൊ ഇവനോട് പറയാറുണ്ട്, നീ സ്ട്രൈക്കിംഗ് ഒന്നും അധികം ചെയ്യൊന്നും വേണം, നിനക്ക് സ്ട്രൈക്കിംഗ് അറിയാല, നീ റെസ്ലിംഗ് ചെയ്താൽ മതി, റെസ്ലിംഗ് ഡ്രിൽ ചെയ്താൽ മതി. അപ്പൊ അല്ല, ക്യാമ്പ് വെച്ച് നോക്കുമ്പോ മറ്റേ അയർലൻഡ് റഷ്യ മറ്റേ സീൻ പറഞ്ഞില്ലേ, അതേപോലെ ഡാഗിസ്ഥാൻ മറ്റേ നീ പറഞ്ഞേ ചിന്തിക്കാൻ പറ്റുന്നത് പറഞ്ഞു. അപ്പൊ ചിന്തിക്കാൻ പറ്റാണ്ട് എനിക്ക് സ്റ്റക്ക് വരുമ്പോൾ ഇങ്ങനത്തെ കാര്യം ചോദിക്കണം. മെരാവിനെ പോലത്തെ 10 പേര് കവിരാവിനുണ്ട്, മെരാവിനെ പോലത്തെ 10 പേര് കവിരാവിനുണ്ട്. അങ്ങനെ നീ ചിന്തിക്കുക, അപ്പൊ നിനക്ക് ചിന്തിക്കാൻ പറ്റും. ഞാൻ പറയണേ, നിനക്ക് സ്റ്റക്ക് ആവരുത്. നീ 10 പേരുണ്ട്, പക്ഷെ മെറാബല്ല. മെറാബിന് അടിപൊളിയായിരിക്കും. എടാ ശരിയാണ്, മെറാബിന് സ്ട്രൈക്കിങ് ചിലപ്പോ അവർക്ക് ഉണ്ടാവായിരിക്കും. എടാ കണക്കിലെടുക്കണ്ടടാ. മെരാബിനും ഗ്രാപ്ലിംഗ് അവർക്കുണ്ട്, കാരണം അടിയിൽ പ്യൂർ ഗ്രാപ്ലിംഗിലും മെരാബിന് അടിപൊളിയായിരിക്കും. ഞാൻ അതും കണക്കിലെടുക്കല്ലേ. നീ മെരാബിന് കുറച്ച് അഡ്വാൻറ്റേജ് കൊടുക്ക്, ഈക്വലാന്നൊക്കെ പറയും. താഴത്തല്ലേ ഈ ചാമ്പ്യനല്ലേ. അല്ല, എനിക്ക് വേറെ സാധനം തോന്നിയാന്നറിയോ, ഞാൻ ഒരു ഫോട്ടോ കണ്ട്, കഴിഞ്ഞ കൊല്ലം ഇതേ സമയത്ത് മറ്റേ അടയും ചക്കരയും പോലെ ഇരുന്നതാണ് ഉമാറും മെരാബും ഒരുമിച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത്. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ കേട്ടാ, ഇപ്പോഴത്തെ അവസ്ഥ കേട്ടാ. രാവിലെ ഉമാറ് വന്ന് കഴിഞ്ഞ് ഉമാറ് UFC PA ട്രെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് മെറാബിന് വരാൻ പാടുള്ളൂ. അങ്ങനത്തെ അവസ്ഥയൊക്കെ തമ്മി അല്ല ഗിച്ചു, ആരാ ചാമ്പ്യൻ? എന്തുവാണ് ഇവിടെ നടക്കുന്നത്? ഒരുമാതിരി അതാണ് എനിക്ക് മനസ്സിലായില്ലത്. എന്ന് പറഞ്ഞ പ്രിഫറൻസ് മൊത്തം ഉമാറിന് മനസ്സിലാവും. നീല്ലേ ഉമാറിന്റെ ഫസ്റ്റ് നെയിം പറഞ്ഞേ? ഓക്കെ മനസ്സിലായി. ചാമ്പ്യനൊരു വില കൊടുക്കണ്ടേ ചാമ്പ്യന്. അതാ പറഞ്ഞത്, ഇത് വേറെ ആരാണെങ്കിൽ നടക്കൂല, ഇത് നടക്കുള്ളൂ. അലിയുടെ പവറും കബീബിന്റെ പവറും അവരുടെ പവറും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നിന്റെ പ്രഡിക്ഷൻ എങ്ങനെ ഫൈറ്റ് എങ്ങനെ പ്ലേ ഔട്ട് ചെയ്യാൻ പോണ, ഹൗ വിൽ ഉമാർ വിൻ, എല്ലാം പറയാമെന്ന് വേഗം പറഞ്ഞു തീർക്ക്. അയ്യോ, ഞാൻ സ്ക്രിപ്റ്റ് മൊത്തം കഴിഞ്ഞിട്ടില്ല എഴുതിയിട്ട്. ഞാനിപ്പോ വാക്കൗട്ട് വരെ ആയിട്ടുള്ളൂ എന്റെ സ്ക്രിപ്റ്റ്. ബാക്കി 1ാമത്തെ റൗണ്ട് എഴുതി തുടങ്ങണം ഞാൻ. അപ്പൊ അവസാനത്തെ എനിക്കറിയാം, ലാസ്റ്റ് ക്ലൈമാക്സ് എന്താന്ന് എനിക്കറിയാം. എന്റെ സ്റ്റോറേജ് തീരുന്നതിന് മുമ്പ് താഴത്ത് ക്ലൈമാക്സ് വേഗം ഒന്ന് ഓടിച്ചു പറ. അല്ല, അത് ഞാൻ എഴുതണം. ഞാൻ നാളെ ഇരുന്ന് എഴുതുള്ളൂ. ഫസ്റ്റ് റൗണ്ടിൽ എന്താ നടക്കണേ, സെക്കൻഡ് റൗണ്ടിൽ എന്താ നടക്കണേ. അപ്പൊ നീ വീഡിയോയില് നിന്റെ അപ്പൂപ്പൻ വന്ന് ഇറക്കോ ഇനി അടുത്ത? നമ്മളെ അപ്പൂപ്പനും ഒറ്റ സെയിം അപ്പൂപ്പനാണ്ടാ. നമ്മളെ അപ്പൂപ്പനല്ല, ഒന്നാണ് സ്വന്തം അപ്പൂപ്പനെ വിളിക്കുന്നത്. അത് കാരണം നോക്കിക്കൊണ്ടൊക്കെ വിളിക്കുക. അല്ല, ഞാൻ കാര്യപ്പെട്ട. അപ്പൊ നീ എന്താ പറയാൻ പോടാ? പ്രഡിക്ഷൻ പറയണില്ലേ? നീ എന്താ ചെയ്യാൻ പോടാ? പറയണില്ലേ പ്രഡിക്ഷൻ? അപ്പൊ എന്താ നിന്റെ ഉദ്ദേശം? സർപ്രൈസ് ആയിട്ട് എല്ലാരും ഞെട്ടിച്ചിട്ട് ജയിക്കും. എടാ, അതെങ്ങനെയാന്ന് കൂടി പറയടാ. വൃത്തിയായിട്ടവരെ നിനക്ക് ആലോചന ഉത്തരം കിട്ടിയില്ലെങ്കിൽ നീ തിരിച്ചിരുന്ന് മറിഞ്ഞ് കാലുത്തരുത്. 2 വഞ്ചി കാലുത്തി വർത്താനം പറഞ്ഞ ചോക്കറെ. എങ്ങനെയാന്ന് പറഞ്ഞാ, മറ്റേ മാഷുകാലിനെ പോലെ ആദ്യം ഫസ്റ്റ് 3 സെക്കൻഡിൽ ഫ്ലൈയിങ് കൊടുത്തിട്ട് ബെന്നാസ്ട്രേന്ന് ഉറങ്ങിയ പോലെ ഉമാർ ഉറങ്ങും. അതാണ് പിടിച്ചത്. ഇതാണ് ഉത്തരം കിട്ടാതെ എടാ. നീ നിന്റെ കുറച്ച് ഓഡിയൻസ് ഉണ്ട്. ശിവപ്രസാദൊക്കെ നിന്റെ വലിയ ഫാനാണ്. നീ വേണമെങ്കിൽ മര്യാദക്ക് എങ്ങനെ ജയിക്കുമെന്ന് പറഞ്ഞ അവരോട് ഒരു ഇത് പറഞ്ഞിട്ട് ഞാൻ എന്റെ ഇത് പറയാം. എടാ, അതിനല്ല ഈ എപ്പിസോഡ്. എനിക്ക് അങ്ങനെ ഗായ്സ്, ഇതേപോലെ എന്റെ അടുത്ത് പണ്ട് ഇതേപോലെ എന്റെ ഒരു ഫേവറേറ്റ് ഫൈറ്റർ വേറൊരു ഫൈറ്ററും കൂടി ഉള്ളൊരു ഫൈറ്റ് വന്നപ്പോഴേക്കേ, അല്ലടാ, ഇതേപോലെ പണ്ട് എന്റെ ഫേവറേറ്റ് ഫൈറ്റർ വേറൊരു ഫൈറ്ററും കൂടി ഫ്ലൈറ്റ് വന്നപ്പോ എനിക്കും അറിയായിരുന്നു എന്റെ ഫേവറേറ്റ് ഫൈറ്റർ ജയിക്കൂലെന്ന്. പക്ഷെ ജയിക്കുമെന്ന് എനിക്ക് പറയണം. അപ്പൊ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ ഈ സെയിം ടാക്ടിക്സ് ഉപയോഗിച്ചത്. അതുകൊണ്ട് എനിക്ക് ഇപ്പൊ ഇത് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ ടോപ്പിക്കിലേക്ക് വിടുന്നു. എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം, ഫസ്റ്റ് റൗണ്ട് ഫീൽ ഔട്ട് പ്രോസസ് ആയിക്കോളൂ. 2 റഷ്യണവരല്ല, നൈസായിട്ട് ഫീൽ ഔട്ട് പ്രോസസ് ഒക്കെ ചെയ്ത് കുമാർ ഒന്ന് ടേക്ക് ഡൗൺ ചെയ്യാൻ നോക്കും. മെരാബ് ഒന്ന് സ്റ്റഫ് ചെയ്യും. മെരാബിന് ഒരു സർപ്രൈസ് ടേക്ക് ഡൗൺ ഉമാർ ചെയ്യും. പിന്നെ അതിനുശേഷം
ഒന്ന് ഈവനോട്ടാവും. ഉമാർ ഭയങ്കര സ്ട്രൈക്കിംഗ് ബെറ്റർ ആണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. ഉമാർ പക്ഷെ ബെരാബ് ചിലപ്പോൾ 2-3 ടേക്ക് ലാൻഡ് ചെയ്യായിരിക്കാം. പക്ഷേ 3rd റൗണ്ട് കഴിയുമ്പോഴേക്കും ഫിഗർ ഔട്ട് പ്രോസസ്സ് തുടങ്ങും. പയ്യെ ബ്രേക്ക് ഡൗൺ തുടങ്ങും. ഉമാർ ടേക്ക് ഡൗൺ ലാൻഡ് ചെയ്ത് തുടങ്ങും. 4th റൗണ്ട് ആകുമ്പോഴേക്കും ഒരു സബ്മിഷൻ. ഇതാണ് എന്റെ പ്രഡിക്ഷൻ. എത്രാമത്തെ റൗണ്ട് സബ്മിഷൻ? 4th. എന്ത് സബ്മിഷൻ ആണെന്ന് പറയുന്നത്? എന്ത് സബ്മിഷൻ ആണെന്നൊക്കെ പറയാൻ ഞാൻ ബെറ്റ് ചെയ്തിട്ട് 1000 രൂപ ഉണ്ടാക്കിയിട്ട് ഞാൻ ചെലവ് ചെയ്താൽ എനിക്ക് ഇപ്പൊ സ്വിഗ്ഗി ഓർഡർ ചെയ്ത ബാംഗ്ലൂരിൽ നിന്ന് പോയടാ ഒന്ന് എന്ത് സബ്മിഷൻ ആണെന്ന് അങ്ങനെയൊന്നും എനിക്കറിയില്ല. പിന്നെ എന്ത് സബ്മിഷൻ ആണെന്നൊന്നും എനിക്ക് അറിയില്ല. കാരണം ഞാനിവിടെ പോണത് വേറൊരു റെസ്ലിംഗ്. ഞാൻ എന്നും മനസ്സിൽ തൊട്ടി ധ്യാനിക്കുന്ന ഒരു മാർഷൽ ആർട്സ് ആണ് റെസ്ലിംഗ്. ആ റെസ്ലിംഗിൽ മാസ്റ്ററായ ആൾക്കെതിരെയാണ് ഞാൻ പോണത്. അപ്പൊ എനിക്ക് എന്റേതായ കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്. തനിക്ക് താൻ എങ്ങനെ ജയിക്കുമെന്ന് പറയും. താൻ എങ്ങനെ ജയിക്കുമെന്നും കൂടി പറയാത്ത നിന്നോട് ഞാൻ എന്ത് സബ്മിഷനാണ് ജയിക്കുമെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയണോ അല്ലേ? ഒന്ന് തിരിഞ്ഞിരുന്ന് കുറച്ചു നേരം. അല്ല ഈ മാഗമതായിട്ട് പറ്റി വെച്ചിട്ടില്ലേ ഇതിന്? മാഗമത് ഗായ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ ഷൗട്ട് ഔട്ട് ടു മാഗമത് ഒരു പോസ്റ്റ് കൊറോണ ഫാനാണ്, കാഷ്വൽ. അപ്പൊ അവൻ പറഞ്ഞായിരുന്നു ബെറ്റ് അവൻ ഉമാർ തോക്കും ഇസ്ലാം തോക്കും. അപ്പൊ ഞങ്ങൾ ഒരു 1000 rupees ബെറ്റ് ഉണ്ട്. അപ്പൊ ആ ബെറ്റ് ജയിച്ചിട്ട് വീഡിയോയിലുള്ള സെലിബ്രേഷൻ പോസ്റ്റ് അടുത്ത പോസ്റ്റ് വീഡിയോ എടുക്കൂല മിക്കവാറും. പിന്നെ അപ്പൊ അതിനകത്ത് കാണിക്കുന്നതായിരിക്കും ഗൈസ്. ഇനി നേരെ തിരിഞ്ഞാൽ ഞാൻ നല്ലൊരു ചമ്മലായിരിക്കും ചമ്മുന്നത്. പക്ഷെ അങ്ങനെ സംഭവിക്കാൻ പോകില്ല. ബിക്കോസ് യൂണിവേഴ്സ് ഓൾവേസ് ബാലൻസസ് ഇറ്റ്സെൽഫ്. ഗുഡ് വിൽ ഓൾവേസ് ഡിഫീറ്റ് ഈവിൾ. പിന്നെ നമ്മുടെ മോസ്റ്റ് അവൈറ്റഡ് ഗിച്ചു ബെയിനുവിനും എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഗിച്ചു, ഞാൻ ഈ പറയുന്ന ഉത്തരം പറയാം. ഞാൻ കബീബ് ഫാനാണ്. നമ്മുടെ കബീബ് അണ്ണൻ ലൈറ്റ് വെയിറ്റ് കോട്ടാണ്. ഇസ്ലാം ഉടനെ വെട്ടിക്കും. പക്ഷെ അതൊക്കെ അംഗീകരിച്ചു. ഒറ്റ അറിയിറ്റ് 3 പേര് ഞാൻ പറയണേ. ഷൗക്കത്ത്, ബലാൽ, ടുപ്പൂറിയ. ഇതിനകത്ത് ആർക്കാണ് ഇസ്ലാമിനെ തോപ്പിക്കാൻ ചാൻസ് കൂടുതൽ? സോറി അതിനു മുമ്പ് ഒരു ക്വസ്റ്റ്യൻ കൂടി. ഇസ്ലാം തോക്കണമെങ്കിൽ നീ എങ്ങനെ നോക്കുമെന്നാ വിചാരിക്കണം? ഇസ്ലാം എങ്ങനെയെങ്കിലും ഒരു വെയിറ്റ് തോക്കണമെങ്കിൽ എങ്ങനെ നോക്കുമെന്ന് വിചാരിക്കണം? ഈ ഞാൻ ഇനി പറയാൻ പോണ 3 അപ്പോണൻസ് ബലാൽ, ഷൗക്കത്ത്, ടുപ്പൂറിയ. ഇതിനകത്ത് ആരാണ് ഫ്ലാഷ് കോ ഇസ്ലാമിനെ ചെയ്യാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്? ഫാസ്റ്റസ്റ്റ് ടുപ്പൂരിയാണ്. ടുപ്പൂരിയ, ഷൗക്കത്ത്, ബലാല്. അപ്പൊ പിന്നെ എന്താണ് ഈ കബീബ്? വെറുതെ നമുക്ക് കല്ലുടിക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ ഇസ്ലാം ഫാനാണെന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും. എന്റെ വീഡിയോസിലൂടെയും ഗ്രൂപ്പിലുള്ളവർക്ക് അറിയാൻ പറ്റും. ഞാനൊന്ന് പറയട്ടെ, ഇന്ന് കബീബിനിയാവെന്ന് പറഞ്ഞ് നമ്മ ഫൈറ്റ് ചെയ്തിട്ട് കാര്യമില്ല. എന്തിന് ടുപ്പൂറിനെ പറ്റിയിട്ട് കാര്യമില്ല. ഇപ്പൊ ഇസ്ലാം പറഞ്ഞ് why I need to fight him, I need to go for second belt. വോൾക്കനോസ്കി ഫസ്റ്റ് ഫൈറ്റിൽ മുമ്പ് കബീബ് ഇസ്ലാമിന്റെ കോച്ചിനെ വിളിച്ച് ടെൻഷൻ അടിക്കുമായിരുന്നു. എനിക്ക് എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടില്ല. വോൾക്ക് എല്ലായിടത്തും ഗുഡാണ്. ഇതേപോലെ എല്ലായിടത്തും ഗുഡുമാണ്. ടുപ്പൂറിയ അറിയാം, ടുപ്പൂറിയ 145 ആണ്. പക്ഷെ ഇസ്ലാം ടുപ്പൂറിയ ഫൈറ്റിന് നറേറ്റീവിന് വിലയുണ്ട്. ടുപ്പൂറിന് ഇസ്ലാം തോപ്പിച്ച ആളും ചെറിയ ആളെ തോപ്പിച്ചെന്ന് പറയാനും പോണില്ല. ഈ ബലാലിലും ഉള്ള ആൾക്കാർ കാണാൻ ആഗ്രഹിക്കണത് ഇസ്ലാമിന് ടുപ്പൂറിയ ആയിരിക്കുള്ളൂ. അപ്പൊ ഭയങ്കര ആ നറേറ്റീവിനോട് ഞാൻ കബീബിനോട് ഇസ്ലാമിനോട് യോജിക്കണില്ല. അതൊന്ന് പറയണം, എനിക്ക് മനസ്സിൽ നിന്ന് പറയണമെന്ന് തോന്നി. ഇപ്പൊ ഇസ്ലാം ഷൗക്കത്ത്, ഇസ്ലാം ബലാൽ, ഇസ്ലാം ടുപ്പൂരിയ, ഈ 3 കോമ്പിനേഷൻ നോക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും കാണാനുള്ള ആഗ്രഹം ടുപ്പൂരിയായിരിക്കും. അത് ഉറപ്പാണ്. പക്ഷെ ഇവരെ ഡിസ്മിസ് ചെയ്യണല്ലേ? കബീബ് ഇസ്ലാമിന്റെയും പേര് കേട്ടിട്ട് എനിക്ക് ഡിസ്മിസ് ചെയ്യണ പോലെ തോന്നിയില്ലേ? ഇങ്ങനെ ഒരു വിലയില്ലാണ്ട് തള്ളി മാറ്റണ പോലെ. ഇപ്പൊ നമ്മ മഗബത്ത് എന്തെങ്കിലും ഗ്രൂപ്പിൽ പറയുമ്പോ നമ്മ ഇങ്ങനെ ഇഗ്നോർ ചെയ്യില്ല, അതേപോലെയൊക്കെ തോന്നിയില്ലേ എനിക്ക്? ചിലപ്പോ അവര് പറയണ ആർഗ്യുമെന്റ് മറ്റേ സംഭവമായിരിക്കും. ഈ 145 സീൻ ആയിരിക്കണം, അല്ലാണ്ട് വേറൊരു ആർഗ്യുമെന്റും ഇല്ല. എനിക്ക് മനസ്സിലായടാ. പക്ഷെ ഇത് വേറെ ആരാണെങ്കിൽ ഞാൻ സമ്മതിച്ചാനെ. എനിക്ക് ടുപ്പൂറി എന്ന് പറഞ്ഞ ഇപ്പൊ 2 ഏറ്റവും ഒരാളെ പോപ്പുലാരിറ്റി പീക്ക് മറ്റേ 5 പോയിന്റ് കിട്ടുമ്പോഴേക്കും ഗെയിമിൽ അപ്ഗ്രേഡ് ചെയ്യില്ല. അതെല്ലാം കൊണ്ട് ബെസ്റ്റ് ആക്കിയ പോപ്പുലാരിറ്റി പീക്ക്നെസ് ഒക്കെ അപ്ഗ്രേഡ് ചെയ്തിട്ട് ടുപ്പൂറിയെ തള്ളിക്കളന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് ജസ്റ്റ് ആ പറഞ്ഞെന്നുള്ള മനസ്സിൽ നിന്ന്. അപ്പൊ അത് കഴിഞ്ഞ അടുത്ത ടോപ്പിക്കിലേക്ക് നടക്കുന്നു. വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് റീമാച്ചസ് ഓഫ് ഓൾ ടൈം, ഇസ്ലാം വീസസ് സാറുഖ്യൻ 2. ഫൈറ്റ് റിമെമ്പർ ആയിരിക്കും അല്ലേ? പിന്നെ ഫസ്റ്റ് ഫൈറ്റ് കണ്ട ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും, ഒരു 2 റൗണ്ട് കൂടി ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചാലല്ലാന്ന്. അങ്ങനത്തെ ഒരു ഫൈറ്റ് ആണ് അത്. മറ്റേ ഇന്റർസ്റ്റെല്ലാർ പോലെ നമ്മൾ ഇടക്കിടക്കിടക്ക് പിന്നെയും കാണുന്ന ഒരു സാധനമാണ്. എന്ത് സാധനം ആ ഫൈറ്റ്. ഈ ഫൈറ്റില്ലേ സോബർ ആയിട്ട് കാണുമ്പോ നമുക്ക് ഒരു ഫീല്, 2 ബീർ അടിച്ചിട്ട് ഈ ഫൈറ്റ് കാണുമ്പോ വേറെ ഫീല്, 2 ജവാൻ അടിച്ചിട്ട് ഈ ഫൈറ്റ് കണ്ടു നോക്കി
വേറൊരു ഫീല്. കാരണം ഈ ഫൈറ്റ് എനിക്ക് പല ഞാൻ എനിക്ക് എപ്പോഴും പല രീതിയിലും ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കുമ്പോ ഈ ഫൈറ്റ് എടുത്ത് കാണാറുണ്ട് കാമാവാൻ വേണ്ടി. ഒന്നും പറയാം, എനിക്ക് ഒരേ പ്രാവശ്യവും പറഞ്ഞ പോലെ പുതിയ പുതിയ ഇൻസൈറ്റുകളൊക്കെ കിട്ടി. എന്താ പറയാ, പക്ഷെ ഞാൻ ഈ ഫൈറ്റിൽ ആരും ചിന്തിച്ചിട്ടുണ്ടാവുന്നത്, ആരും അധികം പറഞ്ഞേക്കാത്ത ഒരു നറേറ്റീവ് ഞാൻ പറയാം ഗൈസ്. ഷാറൂഖിന് ഇസ്ലാമിനെ ഫെമിലിയർ ആയിരുന്നു. ഷാറൂഖിന് ഇസ്ലാം ആരാണെന്നും ഇസ്ലാം എന്താണെന്നും അറിയായിരുന്നു. പക്ഷെ ഇസ്ലാമിന് ഷാറൂഖിന് ഒരു പേര് കേട്ടത് ഒരാഴ്ച മുമ്പാണ്. ഇസ്ലാം ഒന്നും ഉൾപ്പെടാതില്ല. അത് മാത്രമല്ല ഫൈറ്റിന്റെ 2ാമത്തെ സെക്കൻഡിൽ ടേക്ക് ഡൗൺ, 3ാമത്തെ 4ാം സെക്കൻഡിൽ ടേക്ക് ഡൗൺ ചെയ്യാൻ നോക്കി, നടന്നില്ല. പക്ഷെ ആ ഷാറൂഖിന് ആരാണെന്ന് അറിയില്ല. പക്ഷെ ഷാറൂഖൻ ഇസ്ലാം ഹബീബിന്റെ അനിയൻ ആ ഒരു റെസ്പെക്റ്റോടുകൂടി തന്നെയാണ് വന്നത്. അപ്പൊ ആ ഒരു നറേറ്റീവ് നമ്മൾ ഇസ്ലാമിന് ഫസ്റ്റ് റൗണ്ട് തന്നെ നല്ലൊരു സർപ്രൈസ് ആയിപ്പോയിട്ടുണ്ട്. പിന്നെ ഇസ്ലാം മഹാചഫ് ആയതുകൊണ്ട് അഡാപ്റ്റ് ചെയ്ത് ഇംപ്രവൈസ് ചെയ്ത് പ്ലാൻ എക്സിക്യൂട്ട് ചെയ്ത് തീർത്താണ്. ഈ ഫസ്റ്റ് ഫൈറ്റിനകത്ത് 3 minute 9 സെക്കൻഡിനകത്ത് ഒരു സംഭവം ഉണ്ട് ഗൈസ്. നിങ്ങൾ ഒന്ന് കണ്ടു, ഒരു ലെഗ് ട്രിപ്പ് ചെയ്ത് മൗണ്ടിൽ ഒന്ന് അവസാനിക്കണ എന്റെ പൊന്നോ. ഇപ്പോഴും കൂടി ഒന്ന് കണ്ടിട്ട് എക്സൈറ്റഡ് ആയുള്ളു. അപ്പൊ ഞാനിനി പറയാൻ പോണ ഒരു കാര്യം പറയാം. ശരിക്കും പറഞ്ഞ ഇസ്ലാം ഫാൻ എന്നുള്ള രീതിയിൽ ഞാൻ പറയാൻ പാടില്ല. ഞാൻ എല്ലാ രീതിയിലും കണക്ക് ഇങ്ങനെ സ്ട്രൈക്കിങ്, റെസ്ലിംഗ്, ഗ്രാപ്ലിംഗ് ഒക്കെ ആലോചിച്ചിട്ട് എനിക്ക് ശരിക്കും പറയാൻ പാടില്ല. എന്നാലും ഞാൻ പറയാണ്, ഇസ്ലാം ചുമ്മാ ജയിക്കോട്ടാ. ചുമ്മാ ജയിക്കോ? ജയിക്കും. ചുമ്മാ ജയിക്കോന്ന് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ചുമ്മാ എന്ന് ഞാൻ പറയുമ്പോ ഇസ്ലാമിന്റെ ചുമ്മാ എന്ന് പറഞ്ഞ ഷർമൻ സ്ട്രൈക്ക് ചെയ്യും, അടിപൊളിയായിട്ട് ഇസ്ലാം സ്ട്രൈക്ക് ചെയ്യും. ഈ ഫൈറ്റില് അർമൻ അടിപൊളിയായിട്ട് ഗ്രാപ്പിൾ ചെയ്യും, ഇസ്ലാം അതിനെ ഔട്ട് ഗ്രാപ്പിൾ ചെയ്യും. അർമനും റെസ്ൽ ചെയ്യും, ഇസ്ലാം അതിനെ ഔട്ട് റെസ്ൽ ചെയ്യും. നോക്കോയി. കാരണം അർമനും ഇമ്പ്രൂവ് ആയി, ഇസ്ലാമും ഇമ്പ്രൂവ് ആയി. പക്ഷെ രണ്ടുപേരും ഇമ്പ്രൂവ് ആയിക്കണ രീതിയും ഒക്കെ വ്യത്യാസമുണ്ട്. പിന്നെ ഷാറൂഖിന് ഞാൻ ഷാറൂഖിനെ പിക്ക് ചെയ്യണം. പക്ഷെ ഞാൻ ഷാറൂഖിന്റെ ഓപ്പോസിറ്റ്, ഷാറൂഖിന്റെ ഒരു ശോകം കാര്യം ഞാൻ ഈ അടുത്ത് കണ്ടതാ. ഷാറൂഖിന് 3rd റൗണ്ട് ആവുമ്പോ ഇച്ചിരി ഫീഡാവും, പയ്യെ ഫീഡാവാറുണ്ട്. അത് ബോഡി കണ്ടാ എന്റെ പൊന്നോ. മിനി ക്യാപ്റ്റൻ അമേരിക്ക കൊറേ വീഡിയോ ഒക്കെ ഇറങ്ങുന്നുണ്ട് ഗൈസ്. ഉസാഡ പോയപ്പോ എല്ലാരും സീനായി. എനിക്കറിയില്ല, ഇപ്പോഴത്തെ പ്രോഗ്രാം ഒന്ന് അടിപൊളി തന്നെയാണ്. പക്ഷെ ബോഡി കണ്ടപ്പോ എല്ലാരും ഒന്ന് ഞെട്ടിപ്പോയിട്ടാ. എന്ത് ഇസ്ലാം വരെ 2 മിനിറ്റ് ഇങ്ങനെ നോക്കിയെന്നുണ്ടാവും. ദൈവമേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി പേടിച്ചിട്ടല്ല, എന്ത് ബോഡിയാണത്. മറ്റേ ഗ്രീക്ക് ഗോഡൊക്കെ പോലെ ഇരിക്കണത്. ആ മറ്റേ മിനിയേച്ചർ ഗ്രീക്ക് ഗോഡ്. അതെ, അവനാണെങ്കില് അവൻ ഭയങ്കര റിച്ചാണെന്നല്ലേ. ആദ്യം ഞങ്ങൾ വിചാരിച്ച അപ്പം മില്യണയർ എന്നാണ്. പിന്നെ ഇപ്പൊ റിപ്പോർട്ട്സ് പറഞ്ഞ അപ്പം ബില്യണയർ ആണെന്ന്. പിന്നെ അപ്പന് കുറെ മാഫിയ കണക്ഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ അർമീനിയയിൽ എല്ലാരും മാഫിയ ബോസ്. അർമീനിയയിൽ ചൊല്ലുണ്ട് ഗൈസ്, there is always someone richer in Armenia. ആ മൂടാണ് അവിടുത്തെ പവർ മണി. പിന്നെ അയാൾക്ക് അമേരിക്കയിലും കുറെ ബിസിനസ് ഉണ്ട്. അവൻ വെറുതെ എന്താ പറയാ, നമ്മ കറക്റ്റ് സിനിമയിലൊക്കെ ഒരു കാണൂലേ, സിനിമ നായകൻ ഫൈറ്റ് ചെയ്ത് വേറെ ഇതിലെ ചാമ്പ്യൻ ആ ലെവല്. ആ മൂട് പണ്ട് സുരേഷ് ഗോപി പാപ്പച്ചി ചാക്കോച്ചി കണ്ടില്ലേ? സുരേഷ് ഗോപി എല്ലാരും ചാക്കോച്ചി, അതേപോലെ ഷാറൂഖ് സൈഡ് വിഷൻ ചെയ്യണ്. ചാക്കോച്ചി പോലെ ഇവിടെ വന്ന് എല്ലാരും ജയിക്കണത്. ബോബി ഗീനെ പോയി കടയാടി പോലെ എന്ന് പറഞ്ഞ കഴുത്തിന് പിടിച്ച വീഡിയോ കണ്ടു നോക്ക്. എല്ലായിടത്തും പോയി ഉള്ളി സീനാക്കിയിട്ടുണ്ട്. ഉള്ളി സീനാണ്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷാറൂഖിന്റെ ഒരു കഥയുണ്ട്. ഷാറൂഖ് എങ്ങനെയാണ് മറ്റേ MMA UFC വരാന്നതിന്റെ കഥ കേട്ടില്ലേ? ഒടുക്കത്തെ റീസണായി പോയി. എന്താണല്ലേ ഇവര് പൈസ കൊടുത്ത് മേടിച്ചാ പോരെ, അല്ലെങ്കിൽ എന്തിനാണല്ലോ ഇങ്ങനെ ചെയ്യണം? അത് വല്ലാത്ത റീസണായി പോയി. നിങ്ങൊന്ന് ആലോചിച്ച് നോക്കണത്, ഞങ്ങളുടെ ഇവിടുത്തെ പാവപ്പെട്ട പിള്ളേര് ഒരു 80,000 രൂപ ക്യാമ്പില്ലാണ്ട് ഒരു കഷ്ടപ്പെടുന്ന ഒരു പയ്യൻ. എടാ അവന്റെ ഡീറ്റെയിൽ ഒന്ന് ഫോട്ടോ കൊടുത്തേക്ക്. ആരെങ്കിലും സഹായിക്കണമെങ്കിൽ സഹായിച്ചോട്ടെ. നമ്മുടെ യാസിൻ അപ്പൊ ബിഗ് ഷൗട്ട് ഔട്ട്. ഒരു അപ്കമിങ് ബിഗ് ഫൈറ്റർ ആണ്. അപ്പൊ പറ്റുമെങ്കിൽ അവനെ സഹായിക്കാൻ വെച്ചാൽ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞങ്ങൾ യൂട്യൂബിന്റെ ഇടയിൽ കൊടുത്തേക്കാം. അപ്പൊ പറ്റുമെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് നിങ്ങൾ പ്രൊഫൈലൊക്കെ വെരിഫൈ ചെയ്തിട്ട് സാമ്പത്തിക സഹായം വെച്ചവരെ അവരൊന്ന് സഹായിച്ചോ. അപ്പൊ അതേപോലെ അടുത്ത കൊല്ലം അവന് ഫൈറ്റ് ഉണ്ട്. അപ്പൊ അതിന് നല്ല ചെലവാണ്. ക്യാമ്പിനും അടുത്ത കൊല്ലമല്ല, ചെലവാനുണ്ട്. അടുത്ത മാസമാണ് ഫൈറ്റ്. അപ്പൊ എല്ലാരും ഒന്ന് കനിയുക. അപ്പൊ ഞാൻ പറയാൻ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനപ്പൊ അങ്ങനെ പറഞ്ഞു. പക്ഷെ ഷാറൂഖിന് ഇതേപോലെയൊക്കെ ക്യാമ്പ് ചെയ്യാൻ പോണ റഷ്യയിലൊക്കെ ഉണ്ട് ഗൈസ്. 45 ദിവസമായിട്ട് റഷ്യയിൽ ടീമായിട്ട് പോകും. കാരണം പൈസ അപ്പച്ചേ ഒരു 5 കോടി രൂപ അടിച്ചപ്പോ എനിക്ക് ക്യാമ്പ് ചെയ്യാനുണ്ട്. ആ മൂടാണ്. അപ്പൊ അങ്ങനെ റിസോഴ്സ് ഉണ്ടായിട്ട് എനിക്ക് മനസ്സിലായത് ഇത്രയും പൈസയിൽ ചെത്തിപ്പൊളിച്ച് നടന്ന ഗേൾസുമായിട്ട് എന്ത് നടക്കാം. അത്രയും ലുക്കുമാണ്
ബോഡി ഇത്ര ലുക്ക്, ഒരാൾക്ക് സ്വപ്നം കാണുന്ന ജീവിതമാണ് ഷാറൂഖ് ഖാൻ ഈ ഫൈറ്റിംഗ് ഇല്ലാണ്ട് തന്നെ. എന്നിട്ട് അതിലൂടെ ഹാർഡസ്റ്റ് സ്പോർട്സ് ആണ് UFC എന്ന് പറഞ്ഞാൽ. നീ പല ഫൈറ്റേഴ്സും കണ്ടിട്ടുണ്ട്, എന്റെ മക്കൾ ഇതിൽ വരരുതെന്നേ പറയുള്ളൂ. കാരണം അവർക്കറിയാം ഇതിന്റെ സഹനവും ത്യാഗവും. അത് എംബ്രേസ് ചെയ്ത് ഇതിനകത്തൊന്ന് ഇത്രയും ഹൈ ലെവലിൽ ആർമിയുടെ സല്യൂട്ടിനായെന്ന് തന്നെ ബിഗ് സല്യൂട്ടാണ്. എന്നാലും ബ്രോ തോറ്റു പോകും. എന്നാലും റെസ്പെക്ട് ഇസ് ഡ്യൂ മാൻ. ഇവന്റെ ലൈഫിന്റെ കാര്യം പറഞ്ഞില്ലേ, ഇവന്റെ കല്യാണത്തിന്റെ കേക്ക് പോയി കഴിക്കാൻ പറ്റിയില്ലെന്ന് ഇസ്ലാമായിട്ട് ഫൈറ്റ് ചെയ്യണം. അതൊക്കെ എന്താ അവസ്ഥയാണ്. അതും ഷോർട്ട് നോട്ടീസ്. അപ്പൊ അവര് 2 ഷോർട്ട് നോട്ടീസ് കളികൾ ഉണ്ടായല്ലേ. അല്ല, ഈ ഫസ്റ്റ് ഫൈറ്റില് വേറൊരു സാധനം ഉണ്ടായിരുന്നില്ലേ, നമ്മുടെ ഇവിടെ എല്ലാവരുടെയും മുതുമുത്തച്ഛൻ അബ്ദുൽ മനാഫ് ഉണ്ടായിരുന്നു കോർണറില് ഫസ്റ്റ് ഫൈറ്റ്. കൊറോണ ടൈം ആയിരുന്നില്ലേ? കൊറോണക്കൊക്കെ മുമ്പായിരിക്കണം. റഷ്യയിലായിരുന്നു 2020 റഷ്യയിലായിരുന്നു ഫൈറ്റ്. നമ്മ ഇത്ര നേരം ഇമോഷണലൊക്കെ പറഞ്ഞ് ഫൈറ്റിന്റെ ഒന്നും പറഞ്ഞില്ലല്ല. എന്തുവാണ് നമ്മ ജയിക്കുമെന്ന് മാത്രം പറഞ്ഞല്ലേ? ഞാൻ ഡാഗിസ്ഥാനെതിരെയാണ് 311 മൊത്തം. അപ്പൊ ഐ ഗോ വിത്ത് അർമാൻ മഹമ്മദ്. എനിക്ക് എത്ര കമ്മീഷൻ തരാന്ന് പറഞ്ഞു? മഹമ്മദിന്റെ അടുത്ത് ഞാൻ മേടിക്കും. മഹമ്മദ് 1000 രൂപ വെറ്റ് ജയിച്ചു കഴിഞ്ഞാൽ ഒരു 100-200 ഞാൻ മേടിക്കും മഹമ്മദിന്റെ അടുത്ത്. നീ പറഞ്ഞ് ജയിപ്പിച്ച റേറ്റീവ് നീ ആക്കി എടുക്കുമല്ലേ? പിന്നല്ലാണ്ട്. പക്ഷെ എനിക്ക് അവന്റെ സ്വഭാവം കേട്ടിട്ടാണ് ഒരു 50 വയസ്സൊക്കെ പോലും കണക്ക് പറഞ്ഞ് 4 വർഷം ഓർത്തിരുന്ന് കണക്ക് പറയണവനാണെന്ന് എനിക്ക് തോന്നണം. എന്തേലും ആവട്ടെ, വിട്ടുകളാ. നമുക്കിപ്പോ റെലവെന്റ് കാര്യത്തിൽ സംസാരിക്കാം. ഇറലവെന്റ് ആൾക്കാരെ പറ്റിയുള്ള നിർത്താം ഇപ്പൊ. അപ്പൊ നമുക്ക് പറയാനുള്ളത്, നിന്റെ പോയിന്റില് ഷാറൂഖ് ഖാൻ ജയിക്കും. എങ്ങനെയൊക്കെ എനിക്ക് ഹിഡൻ വെപ്പൺ ഉണ്ട്. ഞാനത് വേറിയ ഞാൻ പറയട്ടെ. ഇപ്പൊ ഡാർവിഷായിട്ടുള്ള ഫൈറ്റില് ഷാറൂഖ് ഖാൻ ഡാർവിഷിനെ KO ചെയ്ത രീതിയുണ്ട്. ആ ഡാർവിഷിന് അങ്ങനത്തെ ഒരു വെപ്പൺ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് ആർക്കും അറിയില്ല. എന്നിട്ട് ഇസ്ലാമിന് അങ്ങനെ ഒരു സംഭവം ചെയ്യാനൊക്കെ നല്ല ചാൻസ് ഉണ്ടായി. പക്ഷെ ഇപ്പൊ ഇസ്ലാം എന്തായാലും അതിനെ പേടിക്കും. കാരണം ഇസ്ലാം ഒരു ഇന്റർവ്യൂവിൽ പറയണേ, അർമൻ ഹാസ് നോ നോൺ വീക്ക്നെസ്. മീ ടു എന്ന് പുള്ളി പറഞ്ഞില്ല, അത് സത്യമാണ്. മീ ടു എന്ന് പറഞ്ഞാൽ സത്യമാണ്. എന്നാലും അർമൻ ഹാസ് നോ നോൺ വീക്ക്നെസ്സസ്. എന്നാലും ഞാൻ പറഞ്ഞ പോയിന്റോട് യോജിക്കണില്ലേ? ആ ഡാരിഷിന് KO സാധനം ഇതുവരെ ആരും കണ്ടിട്ടില്ല. അങ്ങനെ ഒരു സാധനം നടന്ന ആൾക്കാരും അയ്യോ അല്പം സ്ക്രിപ്റ്റഡ് എന്നൊന്നും പറയാനും പോണില്ല. അത് ആ ഒരു നല്ല ഒരു ഹിഡൻ വെപ്പൺ ആയിരുന്നു. പക്ഷെ അതിപ്പോ ഇസ്ലാം അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യും. ആ വെപ്പണാണെങ്കിൽ എന്ന് പറഞ്ഞാൽ കാല് പൊക്കി ഒരു കാല് എയറിൽ നിന്നിട്ടാണ് അത്രയും പവറിൽ ലാൻഡ് ചെയ്യാൻ പറ്റിയത്. ഗ്ലിസു ബ്രോ, അതൊരു ഫ്ലാഷ് KO-അല്ലേ? Did I took your last hope of Arman ഷാറൂഖ് ഖാൻ win from you? എന്റെ ഹോപ്പ് ഒന്നും പോയത്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അർമാൻ ജയിച്ചാലും ഇസ്ലാമിക്കാലും ഒരു കുഴപ്പമില്ല, അത് വേറെ കാര്യം. പക്ഷെ എനിക്ക് ഓപ്പോസിറ്റ് പിടിക്കണം, എനിക്ക് ജയിക്കണം, എനിക്ക് ഇസ്ലാമൊന്ന് തോക്കണം. നിനക്ക് അലക്സ് തോക്കണമെന്ന് മാത്രമേ ഉള്ളൂ എനിക്കറിയാം. എനിക്കറിയാം നിനക്ക് അത് മാത്രമുള്ള ഒരു ഇതൊന്നും. ബാക്കി ആരീച്ചാൽ നിനക്ക് കുഴപ്പമില്ലെന്ന് എനിക്കറിയാം. എനിക്ക് അലക്സിനൊരു നല്ലൊരു തോക്കണമെന്നൊന്നും കാണണ്ട, ഒരു ടെസ്റ്റ്, നല്ലൊരു റെസ്ലർ ആയിട്ടൊരു ടെസ്റ്റ്, കുറച്ച് സ്ക്രാമ്പിളൊക്കെ ചെയ്യണതൊക്കെ ഒന്ന് കണ്ടാ മതി. എടാ നീ ഇപ്പൊ പറഞ്ഞത് അലക്സ് തോക്കുന്നു പുറത്ത് റെസ്ലറായിട്ട്. എടാ അപ്പുറം അലക്സ് തോറ്റി. നീ എന്തൊക്കെ ഇടക്കിച്ചു എനിക്ക് ഇത്ര വെറുപ്പാറില്ല അലക്സിനോട്. ഞാൻ അങ്ങനെയൊന്നും പറയില്ലേ. ശരത്തൊക്കെ കൊടിയും കൊണ്ട് വരും കേട്ടോ. ശരത്തൊക്കെ ബ്ലാക്ക് മാജിക് ടീംസ് ഒക്കെ വരും ഇപ്പൊ. വരട്ടെ. ഇത് ഒരുമാതിരി അവസാനം ബ്രേക്ക് എന്റെ ചാർജ് തീരാറായി ഗൈസ്. ഭയങ്കര കഷ്ടപ്പെട്ടാണ് കാരണം ഇപ്പോഴും ഞങ്ങൾ ഡാറ്റ എടുത്ത് നോക്കിയപ്പോ കുറെ നോൺ സബ്സ്ക്രൈബ് ആൾക്കാർ ഞങ്ങളുടെ വീഡിയോ കാണുന്നുണ്ടെന്ന് മനസ്സിലായി. ഭയങ്കര ചതിയാട്ടെ ഇത്രയും കഷ്ടപ്പെട്ട് ഈ ലൈറ്റ് കറണ്ട് എന്തൊക്കെയാണ് ഇല്ലാത്ത പൈസ മുടക്കി ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യട്ടാവുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ. അതെ, ഇന്നെല്ലാവരും ഇത് ഇത്രയും നേരം കണ്ടിട്ട് ആരും സബ്സ്ക്രൈബ് ചെയ്യാണ്ടിരിക്കുക. ഇത്ര നേരം കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തോ. നമുക്ക് വേണമെങ്കിൽ ഇതെടുത്ത് ആദ്യം ഫ്രണ്ടിലിടാലോ. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യട്ടെ. പിന്നെ ആയതിനെ മഹമ്മദിന്റെ ഷിറ്റിയുടെ ഭാഗങ്ങളൊക്കെ സെപ്പറേറ്റ് കട്ട് ചെയ്ത് റീലാക്കി അവനോട് സ്റ്റോറി ഇടാൻ പറ. അപ്പൊ ഈ എപ്പിസോഡിന്റെ പേര് തന്നെ ഷിറ്റിങ്ങോ. ഈ എപ്പിസോഡിന്റെ പേര് തന്നെ ഷിറ്റിങ്ങോടെ സബ്സ്ക്രൈബർ എന്ന് തുടങ്ങി ആക്കാണെങ്കിൽ അവന് ഇതൊക്കെ കാണുന്നുണ്ടാവോ? കാണോ? അല്ല കണ്ടില്ലെങ്കിൽ സെപ്പറേറ്റ് ഭാഗം എടുത്തിട്ട് കൊടുക്കാല്ലോ, കുഴപ്പമില്ല. എടാ ഫൈനൽ പ്രഡിക്ഷൻ നീ പറഞ്ഞ? ഫൈനലിൽ എനിക്ക് അർമാൻ ജയിക്കും. പക്ഷെ അർമാൻ മറ്റേ
ഇതേപോലെ 5 റൗണ്ടിലൊന്നും ജയിക്കാൻ പറ്റില്ല. 5 റൗണ്ട് പോയി കഴിഞ്ഞാൽ ഇസ്ലാം എന്തായാലും ജയിക്കും എനിക്ക് തോന്നുന്നു. പക്ഷെ ഗിച്ചു നീ ഇതല്ലേ പറയാൻ ഉദ്ദേശിക്കണ അർമാൻ ജയിക്കണമെങ്കിൽ ഒരു 3rd റൗണ്ടിന് മുമ്പ് ജയിക്കുന്നു. ഒരു ഫ്ലാഷ് കിക്കയോ എന്തെങ്കിലും ഒക്കെ. പിന്നെ മറ്റേ സീനാട്ടാ അർമാൻ ജയിച്ചാലും ഇറ്റ് വിൽ ഷോക്ക് ദ വേൾഡ് എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അർമാൻ അത്ര സ്കിൽഡ് ആണ്. 155 ഏറ്റവും കൂടുതൽ ഇസ്ലാമിനെ തോൽപ്പിക്കാൻ ചാൻസ് ഉള്ളത് ഇപ്പൊ അർമാൻ തന്നെയാണ്. അപ്പൊ എന്നാലും എന്റെ പ്രഡിക്ഷൻ ഇസ്ലാം ജയിക്കും. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഫൈറ്റിനേലും അടിപൊളിയാണെങ്കിൽ we don't even deserve to watch this fight for free അല്ലേ. പിന്നെ ഫസ്റ്റ് ഫൈറ്റിനെ അടിപൊളിയാണെങ്കിൽ പക്ഷെ ഇതിപ്പോ ഓവർ ഹൈപ്പ് ഒക്കെ വെച്ചിട്ട് ഷിറ്റായി പോവും. എടാ അപ്സെറ്റ് വന്നാലും ആൾക്കാർക്ക് കുഴപ്പമില്ല. ഷിറ്റ പക്ഷെ ഇസ്ലാമിന്റെ ഒരു ഷിറ്റ് ഫൈറ്റ് ഞാനൊന്നും കണ്ടിട്ടില്ല ഈ അടുത്ത്. ഷിറ്റ് ആൻഡ് ഇസ്ലാം ഡസ് നോട്ട് മേക്ക് എനി സെൻസ്. ശരിയാണ്. സ്റ്റാൻഡിങ്ങിലും പൊളി, ഗ്രൗണ്ടിലും പൊളി. ഗ്രൗണ്ടിൽ വീണ സബ്മിഷൻ ഉറപ്പ്. എന്താണല്ലേ ഗൈസ്, എല്ലാം പൊളിയാണ്. എന്റെ സ്റ്റോറേജ് മാത്രം പൊളിയല്ല, എന്റെ സ്റ്റോറേജ് തീരുകയാണ് ഗൈസ്. ഇപ്പൊ തന്നെ തീരും. അതുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ സെപ്പറേറ്റ് അവസാനിപ്പിക്കുകയാണ് ഗൈസ്. അപ്പൊ ഒന്നും വിചാരിക്കരുത് ഗൈസ്. ദൈവത്തെ ഓർത്ത് സബ്സ്ക്രൈബ് ചെയ്യും. അപ്പൊ അടുത്ത പ്രാവശ്യം ഞങ്ങൾ വരുമ്പോഴേക്കും ഐ വിൽ ബി 1000 rupees richer. I will be shitting on a casual fan Mohammed. Then I will be flexing on my Ismail and Umar prediction. Yo, bye guys, see you.